മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ ഒരു തിരുവചന ഭാഗമാണല്ലോ നാം ഇവിടെ വായിച്ചത്. ഈ വചനത്തെ ആസ്പദമാക്കി, അല്ലെങ്കിൽ ഈ പ്രവചന പുസ്തകത്തെ ആസ്പദമാക്കി തകർന്നതിനെ പണിയുന്ന, അല്ലെങ്കിൽ ഉടഞ്ഞുപോയതിനെ പണിയുന്ന നല്ല കുശവൻ എന്ന ഒരു ചെറിയ ചിന്ത ഈ സന്ധ്യയിൽ ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നാമെല്ലാം പൊളിഞ്ഞതിനെ, അല്ലെങ്കിൽ തകർന്നതിനെ പലപ്പോഴും പുറത്തു കളയുന്ന ഒരു അനുഭവമാണ് നമുക്കുള്ളത്. എന്നാൽ തകർന്നതിനെ ഒരിക്കലും അതിനെ പുറത്തു കളയാതെ അതിനെ പണിതെടുത്ത് മനോഹരമാക്കി തീർക്കുന്ന നല്ല കുശവനെ കുറിച്ച് അല്പമായി ധ്യാനിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മളോട് വായിച്ച തിരുവചന ഭാഗം, ആമേൻ, യഹോവയുടെ അരുളപ്പാട് കർത്താവിന്റെ പ്രവാചകന് ഉണ്ടായ ഒരു അനുഭവമാണല്ലോ നമുക്കിവിടെ വായിപ്പാൻ ഇടയായി തീർന്നത്. ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം നമുക്കറിയാം, ബൈബിളിലെ 24-ാമത്തെ പുസ്തകമാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം. ഇതിൽ 52 അധ്യായങ്ങളും 1361 വാക്യങ്ങളും അടങ്ങിയ ഒരു മനോഹരമായ പുസ്തകമാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം. യിരെമ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ഉറപ്പിക്കുന്നു എന്ന് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം ഉറപ്പിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഉറപ്പ് ഇല്ലാത്ത അനുഭവങ്ങളെ ഉറപ്പിക്കുന്ന നല്ല കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. യിരെമ്യാവിനെ വിളിക്കുമ്പോൾ നമുക്ക് അതിന് തൊട്ടടുത്ത ഭാഗം വായിക്കുമ്പോൾ യിരെമ്യാവ് ദൈവവിളിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സംഭവം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. കർത്താവ് യിരെമ്യാവിനെ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, അയ്യോ ഞാൻ യഹോവേ, ഞാന് ബാലനാകുന്നു. അടുത്ത അദ്ദേഹം പറയുന്നത് വളരെ വിചിത്രമായ ഒരു ഭാഗമാണ് പറയുന്നത്. ഞാൻ ബാലനാകുന്നു എന്ന് മാത്രമല്ല പറഞ്ഞത്, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഞാൻ ബാലനാകുന്നു എന്ന് മാത്രം പറഞ്ഞെങ്കിൽ കുഴപ്പമല്ല, ചെറുപ്പമാണെന്ന്. രണ്ടാമത് പറഞ്ഞ എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ എനിക്ക് സംസാരിപ്പാൻ പോലും അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ആരൊക്കെ ഒന്ന് ഞാൻ ബാലനാണ്, എന്റെ ക്വാളിഫിക്കേഷൻ കുറവാണെന്ന് ആരെയൊക്കെ ആ ചിന്ത ഭരിക്കണോ അവരെയൊക്കെ പണിയുന്ന ഒരു സ്വർഗീയ കരമെന്ന് നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ യിരെമ്യാവ് പറയുന്നത്, എനിക്ക് ബാലൻ, രണ്ടാമത് എനിക്ക് സംസാരിപ്പാൻ കഴിഞ്ഞുകൂടാ. നമുക്ക് അതിനെ ആ യിരെമ്യാ പ്രവാചകനെ കുറിച്ച് ധ്യാനിച്ചാൽ ഈ പറഞ്ഞ വ്യക്തിയെ കൊണ്ട് കർത്താവ് 4 പുസ്തകങ്ങൾ എഴുതുവാനിടയായി തീർന്നു. നമുക്കറിയാം, 1-2 രാജാക്കന്മാരുടെ പുസ്തകം, വിലാപങ്ങളുടെ പുസ്തകം, ആമൻ, വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്ന യിരെമ്യാ പ്രവചന പുസ്തകം എഴുതിയത് ഈ സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ, ആമൻ, ബാലൻ എന്ന് പറഞ്ഞ, ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച, ആമൻ, തന്നെത്താൻ താഴ്ത്തിയ വ്യക്തിയെയാണ്. ഇന്ന് ആമൻ, ഹല്ലേലൂയ, ക്വാളിഫിക്കേഷൻ, എനിക്കൊരു ക്വാളിഫിക്കേഷൻ ഇല്ല, എനിക്ക് സംസാരിപ്പാനുള്ള ശേഷിയില്ല, 4 പേരുടെ മുമ്പിൽ ആമൻ പറയുവാനുള്ള കരുത്തെനിക്കില്ല എന്ന്, ഉൾക്കരുത്തില്ല എന്ന് പറയുന്നവരെ കൊണ്ട് ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ സർവശക്തനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ ആമൻ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ ദൈവശക്തി. ഹല്ലേലൂയ. സമർപ്പിക്കപ്പെടുന്നവർക്ക് ആമൻ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ടച്ച് ചെയ്ത്, അവൻ തകർന്നതിനെ പണിയുന്ന ദൈവമെന്ന ഒരു ചെറിയ ചിന്ത പങ്കുവെക്കാനല്ലോ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മുൻകൂട്ടി അറിയിച്ചത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 3-4 വാക്യത്തിൽ നമുക്ക്, 18-ന്റെ 3-4 വാക്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, അവൻ യിരെമ്യാ പ്രവാചകനോട് കർത്താവ് പറയുന്നു, നീ കുശവന്റെ വീട്ടിലേക്ക് പോവുക എന്ന് കർത്താവ് ഇടപെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഒരാൾക്കൊന്ന് ശബ്ദം ഉയർത്തി വായിക്കാമോ? അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ആമേൻ, ഹല്ലേലൂയ.
നമുക്ക് വളരെ നമ്മൾ ഒരുപക്ഷെ എങ്കിലും ഒന്നിലധികം പ്രാവശ്യം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ഒരു ഭാഗം ആയിരിക്കാം ഇത്. ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യിരെമ്യാ പ്രവാചകൻ കുശവന്റെ വീട്ടിലേക്ക് കർത്താവ് അല്ലെങ്കിൽ ദൈവം പറഞ്ഞ പ്രത്യേകമുള്ള നിർദ്ദേശം അനുസരിച്ച് കുശവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുശവന്റെ വീട്ടിലേക്ക് പോകുന്ന പ്രവാചകന് കാണാൻ കഴിയുന്നത് ചക്രത്തിന്മേൽ പണിയെടുക്കുന്ന ഒരു കുശവൻ. അവിടെ കുശവൻ അവിരാമം പണിയെടുക്കുകയാണ്. 24 hours അവൻ അവിരാമം പണിയെടുക്കുന്ന കുശവൻ. കുശവന്റെ അവൻ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നത് കുശവന്റെ കാല്, കുശവന്റെ കയ്യ്, കുശവന്റെ കണ്ണ് അവൻ നിരന്തരം പാത്രത്തിൽ പണിതുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മിൽ പണിയുന്ന ഒരു കുശവനുണ്ട്. നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മെ മനോഹരമായി പണിതെടുക്കും. കാരണം ആ കുശവന് അവൻ ഒരു റെസ്റ്റും ഇല്ല, രാത്രിയില്ല, പകലില്ലാതെ പണിയുന്ന കുശവൻ. നോക്കൂ, ഈ കുശവൻ പണിയുന്ന പാത്രത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവൻ കുശവന് മണ്ണിന് പ്രത്യേകിച്ചൊരു പ്ലാൻ ഇല്ല. കുശവൻ പണിയുന്നത് കളിമണ്ണിലാണ്. പക്ഷേ മണ്ണിനല്ല പ്ലാൻ, കുശവനാണ് പ്ലാൻ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും മണ്ണാകുന്ന നമ്മൾ പല പ്ലാനുകളും ആസൂത്രണം ചെയ്യും. അതെന്ത് ചെയ്യത്തില്ല, വിജയിക്കത്തില്ല. പല പ്ലാനുകളും പരാജയപ്പെടുന്നതിന് കാരണം നമ്മുടെ മേൽ നമുക്കല്ല അധികാരം, നമ്മുടെ മേൽ സർവശക്തനായ ദൈവത്തിനാണ് അധികാരം. ഹല്ലേലൂയ. പുതിയ നിയമസഭ അവൻ കർത്താവ് സ്ഥാപിച്ചത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് സ്ഥാപിച്ചത്. ദൈവസഭ സ്ഥാപിതമായത് ദൈവത്താലാണ്. കുടുംബം സ്ഥാപിതമായത് ദൈവത്താലാണ്. അതുകൊണ്ട് സഭ സ്ഥാപിച്ചത് ദൈവം. ഇതെന്ന് സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, നമുക്ക് എന്ന് സ്ഥാപിച്ചെന്ന് നമ്മൾ പല കാര്യങ്ങൾ പറയും. പക്ഷേ ഇത് നമുക്ക് എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം സ്ഥാപിച്ചത് ഇത് ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം സ്ഥാപിച്ചു. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, പെട്ടെന്ന് അങ്ങനെ കയറി വന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ സ്ഥാപിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പല്ല, ഇത് ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം സ്ഥാപിച്ചതാണ്. ആ ദൈവം സ്ഥാപിച്ച, ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ദൈവസഭ എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി ചിന്തകൾ നമ്മെ ഭരിക്കും. നാം എല്ലാം ദൈവസഭയാണ്. ഹല്ലേലൂയ. നമ്മൾ ഏൽപ്പിക്കപ്പെട്ടാൽ പണിയുന്ന കുശവനുണ്ട്. ദൈവം മനോഹരമായത് പണിയും. നമ്മുടെ പദ്ധതി അതിൽ നടപ്പിലാക്കാൻ പോയാൽ അതൊരിക്കലും വിജയകരമായ ഒരു പണിയിലേക്ക് ചെന്നെത്തുവാൻ കഴിയുകയില്ല. നല്ല കുശവന്റെ കയ്യിലെ ഇണങ്ങിയ മണ്ണായി ഒന്ന് ഏൽപ്പിക്കപ്പെടണം. നമുക്ക് മണ്ണ് നനവുണ്ടാകണം. പണിയണമെങ്കിൽ മണ്ണിനൊരു നനവ് വേണം. മണ്ണ് നനവില്ലാത്തിടത്തോളം കാലം കുശവന് ശരിക്ക് പണിയുവാൻ കഴിയുകയില്ല. നമുക്ക് പുതിയ സഭയിലേക്ക് വരുമ്പോൾ ആ നനവാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവിടെ കാണാൻ കഴിയുന്നത്. ആ മാളിക മുറിയിലേക്ക് ഇറങ്ങി വന്ന ആ ദൈവ സാന്നിധ്യം നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ള തരത്തിൽ മാറണമെങ്കിൽ ആ നല്ല പരിശുദ്ധാത്മാവാകുന്ന ആ വെള്ളത്തിന്റെ ഒരു നനവുണ്ടെങ്കിൽ ഈ നാളുകൾ നമ്മുടെ സ്ഥിതി മാറുവാനിടയായി തീരും. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ തകർന്നതിനെ പണി. ഇവിടെ നമുക്കിവിടെ വായിക്കാൻ ഞാൻ ഒത്തിരി വിശദീകരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി വിശദീകരിപ്പാനുള്ള ഭാഗമാണ്. എങ്കിലും ഒത്തിരി ഒന്നും അതിനെ വിശദീകരിക്കാതെ മറ്റൊരു ഭാഗത്തേക്ക് കൂടെ നിങ്ങൾ നല്ല ശ്രദ്ധ കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല കുശവൻ പണിയുന്നത്, അദ്ദേഹം പണിയുന്ന അതിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു. കാലുകൊണ്ട് ചക്രത്തെ ചവിട്ടിക്കറക്കി ആ കുശവന്റെ കൈ ശ്രദ്ധിച്ചാൽ ഒരു കൈ പുറത്തും മറുകൈ പാത്രത്തിന്റെ അകത്തും പണിയുന്ന കുശവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുശവന്റെ ഒരു വളരെ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. അത് പുറം മാത്രമല്ല പണിയുന്നത്, പണിയും. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ഉൾത്തളത്ത് മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന ആ നല്ല കുശവന്റെ കയ്യിൽ നനഞ്ഞ മണ്ണായിട്ടൊന്ന് ഏൽപ്പിക്കാമെങ്കിൽ അകത്തും പുറത്തും പണിയുന്ന കുശവൻ. ഹല്ലേലൂയ. ഈ കുശവൻ ഒരിക്കലും ഉടച്ചു കളയുന്നവനല്ല, പണിത് മനോഹരമാക്കുന്നതാണ്. നമുക്കവിടെ കാണാൻ കഴിയുന്ന മറ്റൊരു ശ്രദ്ധേയമായ
ഭാഗം അവൻ ഈ പാത്രം കുശവന്റെ ചക്കിൽ വെച്ച് തന്നെ പാത്രത്തിന് ചില കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ കുശവൻ അതിനെ എന്ത് ചെയ്യുന്നില്ല? കളയുന്നില്ല. കളയാത്തവൻ. ഹല്ലേലൂയ. നമുക്കറിയാം ആമൻ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ ഫസ്റ്റ് വാക്യങ്ങൾ 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ ആമൻ കാണാൻ കഴിയുന്നു. ആമൻ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും. നമുക്കിവിടെ വായിക്കാൻ കഴിയുന്ന നമ്മുടെ മലയാളം എഡിഷനിൽ കാണാൻ കഴിയുന്നത് ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്നാണ് വായിക്കാൻ കഴിയുന്നത്. എന്നാൽ ആമൻ നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ആമൻ മറ്റ് വെർഷൻസില് നമുക്ക് കാണാൻ കഴിയുന്നത് ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. ഭൂമി പാഴും ശൂന്യവും ആയി തീർന്നു. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടേ ഇരുന്നു. ഹല്ലേലൂയ. ചെയ്യുന്നത് ഒന്ന്, ഭൂമി ദൈവം സൃഷ്ടിച്ച ഭൂമി. നമുക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ച നാളിൽ ദൈവപുത്രന്മാർ ആർത്തുല്ലസിച്ചു. കാരണം ഭൂമി അത്ര മനോഹാരിതമായിരുന്നു. എന്നാൽ എത്ര മനോഹാരിതമായ അനുഭവത്തെയും അതിനെ തകർക്കുക, ഉന്മൂലനം ചെയ്യുക, അതിനെ ഒന്നിനും കൊള്ളാതെ പാഴാക്കുന്ന ഒരു അദൃശ്യ ശക്തി ഇതിന്റെ പിന്നിലുണ്ട്. ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായി, ദൈവം പണിയുന്ന നാം ഓരോരുത്തർക്കും വിരുദ്ധമായി നമ്മെ തകർക്കുക, നമ്മെ ഉടയ്ക്കുക, നമ്മെ ഉന്മൂലനം ചെയ്യുക എന്ന ഒരു അദൃശ്യ മണ്ഡലത്തിൽ പോരാടുന്ന ഒരു ഇരുട്ടിന്റെ ശക്തിയുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം സൃഷ്ടിച്ച മനോഹരമായ ഭൂമി. ദൈവദൂതന്മാർ അല്ലെങ്കിൽ ദൈവപുത്രന്മാർ, ഞാൻ അതിനെ ദൈവദൂതന്മാരെന്നൊന്ന് പറഞ്ഞുകൊള്ളട്ടെ നമുക്ക്. ഹല്ലേലൂയ. ദൈവദൂതന്മാർ ആർത്തുല്ലസിക്കുമാറുള്ള ഭൂമി, ദൈവം സൃഷ്ടിച്ച ഭൂമി, അതിനെ 1 പാഴാക്കി, 2 ശൂന്യമാക്കി, 3 ഇരുട്ടുകൊണ്ട് മൂടി, 4 വെള്ളത്താൽ മൂടപ്പെട്ടു. ഹല്ലേലൂയ. ഏതെല്ലാം വിധത്തിൽ എത്ര പാഴായ അനുഭവമാണ്. ഞാനൊരു പാഴാണെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു പാഴ് ജന്മമാണ്, ഞാനൊരു ശൂന്യതയാണ്, എൻ്റെ ജീവിതത്തിൽ ഒന്നും ഒരു വിജയമില്ല, എൻ്റെ ജീവിതത്തിൽ വെറും ശൂന്യമായ അനുഭവമാണ്, എൻ്റെ ജീവിതത്തിൽ ഒന്നും ഒരു പച്ചപ്പില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നോക്കൂ, ഹല്ലേലൂയ. ആ കുശവൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ആ കുശവന്റെ പാത്രത്തെ മനോഹരമാക്കണമെങ്കിൽ അതിൽ വ്യാപരിച്ചത് ഒരു വെള്ളത്തിന്റെ സാന്നിധ്യം. എന്നാൽ ഭൂമി പാഴായി പോയതിന്റെ മേൽ, ശൂന്യമായി പോയതിന്റെ മേൽ, ഇരുട്ട് മൂടിയതിന്റെ മേൽ വ്യാപരിച്ച ഒരു ശക്തിയുണ്ട്. അത് ദൈവത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഏത് പാഴായി പോയെന്ന് പറഞ്ഞ, ഏത് ശൂന്യമായ അനുഭവത്തിലാണോ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്, അതിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു സാന്നിധ്യം വ്യാപരിക്കുകയാണെങ്കിൽ ഏത് പാഴായ അനുഭവത്തെയും ഒരു പുത്തൻ അനുഭവത്തിലേക്ക് മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ ആത്മാവിന് കഴിയും ഏത് പാഴായ അനുഭവത്തെയും പുനരുദ്ദീപിക്കുന്ന, പുനർജനിപ്പിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ഹല്ലേലൂയ. നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇത് അത്യന്ത ശക്തിയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് നമ്മൾ മുന്നേൽപ്പിച്ചു കൊടുത്താൽ ആ കുശവന് അത് ഇഷ്ടത്തിന് പണിയുവാൻ കഴിയും. ഈ കുശവന് ഒരു പ്രത്യേകതയുണ്ട്. പാഴായതിനെ ദൂരെ എറിയയില്ല. ഹല്ലേലൂയ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനൊരു പാഴായ അനുഭവമാണെന്ന്, ഞാനൊരു ശൂന്യമാണെന്ന്, ഞാൻ ഒന്നിനും കൊള്ളാത്ത വ്യക്തിയെന്ന് ആരെങ്കിലും സ്വയം വിധിച്ച് എന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ ആ നല്ല കുശവൻ, ആമേൻ, ഹല്ലേലൂയ, അതിനേക്കാൾ ഏറ്റവും ഉത്തമം നല്ല കുശവൻ. ഏത് പാഴായ കേസിനെയും, ഏത് ശൂന്യമായതിനെയും പണിത് മനോഹാരമാക്കുന്ന, നമുക്കറിയാം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. വെള്ളം മാറി
ഭൂമി കാണായി വന്നു, കാണുമാറ് ഭൂമി കാണുമാർ. അത് ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം. ഏത് മൂടപ്പെട്ട അനുഭവം, ഏത് ശൂന്യമായ അനുഭവമായാലും അതിന്റെ മേൽ പരിവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് അവൻ ഏത് ശൂന്യാനുഭവത്തെയും മാറ്റി ഒരു പുത്തൻ അനുഭവത്തിലേക്ക്, ഒരു പുത്തൻ തലത്തിലേക്ക്, ഒരു അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് നമുക്ക് അതിന്റെ മറ്റു ദിവസങ്ങളിലെ സൃഷ്ടിയിലേക്ക് പോകുമ്പോൾ ആ പാഴായതിനെ തന്നെ നമുക്ക് ന്യായമായി ചിന്തിച്ചാൽ നമ്മുടെ ദൈവം സർവശക്തനാണ്, മഹാദൈവമാണ്. ഈ പാഴായ കേസിന് എന്ത് ചെയ്യണ്ട, ഇനി ഒന്ന് പണിയാൻ നിൽക്കണ്ട, ഇതിനെ അങ്ങ് കളഞ്ഞിട്ട് ദൈവത്തിന് ഒറ്റ വാക്കല്ലേ വേണ്ട, ഒരു പുതിയ ഭൂമി ഇങ്ങ് ഉണ്ടായി വരട്ടെ എന്ന് ദൈവത്തിന്റെ കരുണ അതാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പാഴായ മേഖലകളെ പണിയുന്ന ഒരു കരട്, അതാണ് കുശവന്റെ കത്തിന്റെ പ്രത്യേകത. ഏത് പാഴായി പോയ, ഏത് ശൂന്യമായ, ഏത് ഇരുട്ട് മൂടിയ ആ മണ്ഡലത്തെ കളയാതെ പണിയുന്ന കുശവനാണ് നമ്മുടെ കുശവൻ. ഹല്ലേലൂയ. ഇവിടെ യിരെമ്യാ പ്രവാചകൻ ആമൻ നമ്മെ പരിചയപ്പെടുത്തുന്ന കുശവൻ, ആ കുശവന്റെ പ്രത്യേകത, ആ കുശവൻ പുറമെ, നമ്മളെല്ലാം പുറമാണ് നോക്കുന്നത്, പക്ഷേ അകം ആരും അധികം ശ്രദ്ധിക്കാറില്ല. ഈ കുശവൻ അകവും കൂടെ നോക്കുന്ന ഒരു കുശവനാണ്. ഹല്ലേലൂയ. അകത്തെ ഏത് വേദനയാകട്ടെ, ഏത് പരാജയമാകട്ടെ, പുറത്തു പറയുവാൻ കഴിയാത്ത അനുഭവമായിക്കൊള്ളട്ടെ, മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥയായിക്കൊള്ളട്ടെ, ഈ കുശവന്റെ കരത്തിൽ ഏൽപ്പിച്ചാൽ ആ കുശവൻ ഏറ്റവും മനോഹരമായി പണിയും, അകത്തെയും പണിയുന്ന കുശവൻ. ഹല്ലേലൂയ. അവൻ ഇവിടെ തകർന്ന പാത്രത്തെ പണിയുന്ന കുശവൻ. ഏതൊക്കെ മേഖലയിൽ തകരപ്പെട്ടോ അവിടെ പണിയുന്ന കുശവൻ. നമുക്കറിയാം, അവൻ യോസേഫ് തകർന്ന അനുഭവം, പരാജയപ്പെട്ട അനുഭവം. ആമൻ, നമുക്കറിയാം ഒരു നീണ്ട കാലഘട്ടം, ഒരു പരാജയത്തിന്റെ ചരിത്രം. പക്ഷേ ആ യോസേഫ് ഒരിക്കലും കുശവന്റെ കൈവെള്ളയിൽ നിന്നും മാറുന്നില്ല. ആമൻ, ജയിൽ വരട്ടെ, ആമൻ, അപമാനം വരട്ടെ, അല്ലെങ്കിൽ എന്ത് തന്നെ ആമൻ ഇല്ലാക്കഥ ആര് പറഞ്ഞുണ്ടാക്കട്ടെ, ഏത് അവസ്ഥയിലും ആ കുശവന്റെ കൈവെള്ളയിൽ ചേർന്നിരിക്കുന്ന ഒരു അനുഭവം. യോസേഫേ, എന്തുകൊണ്ട് നിനക്ക് ഈ ദൈവത്തെ ഇത്രത്തോളം സ്നേഹിപ്പാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അത് ജോസഫിന് അറിയാം. തന്റെ അന്തരാത്മാവിൽ ദൈവാത്മാവിന്റെ ഇടപെടൽ. ഹല്ലേലൂയ. ഏത് കഷ്ടതയുടെ അനുഭവത്തിലും, ഏത് ബുദ്ധിമുട്ടിന്റെ പ്രയാസമുള്ള കഠിനമേറിയ പ്രയാസത്തിലും വിട്ടുമാറാതെ കൈവെള്ളയിൽ തന്നെ പറ്റിയിരുന്നാൽ ഈ കുശവൻ മാന്യമായി പണിതെടുക്കും. ഹല്ലേലൂയ. നമുക്ക് അവൻ അനേക വ്യക്തികളെ അവൻ ഇതിനുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നമുക്ക് മറ്റൊരു വ്യക്തിയെ ശ്രദ്ധിച്ചാൽ അവൻ നമ്മുടെ ദാവീദിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ശമൂവേലിനെ കുറിച്ച് പ്രവാചകൻ ആയിരിക്കുന്ന ശമൂവേലിന്റെ അമ്മ ആകുന്ന ഹല്ലേലൂയ ഹന്ന നമുക്ക് കാണാൻ കഴിയുന്നു. ഹന്ന, അവൻ 1 ശമൂവേലിന്റെ പുസ്തകം, അവൻ 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുകയാണ്. ഹന്ന അവൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയായി അവൻ അവിടെ ദേവാലയത്തിൽ കയറി ചെല്ലുകയാണ്. അവനെല്ലാം വല്ലാതെ തകർക്കപ്പെട്ട അനുഭവത്തിൽ, പരാജയപ്പെട്ട അവസ്ഥയിൽ, വേദന നിറഞ്ഞ അവൻ മറ്റാരോടും പുറത്ത് തുറന്നു കാണിപ്പാൻ കഴിയാത്ത വിധത്തിൽ മനോവേദനയായി തകർക്കപ്പെട്ട് അതിനൊരു പരിഹാരത്തിന്, ഒരു ആശ്വാസത്തിന് ദൈവസന്നിധിയിലേക്ക് കയറിപ്പോകുകയാണ്. നമുക്കവിടെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അതുവരെ ഹന്നയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കവിടെ 1 ശമൂവേലിന്റെ പുസ്തകം 11-ാം വാക്യത്തിൽ നമുക്കിവിടെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അതുവരെയുള്ള അവരുടെ പ്രശ്നം അവർക്കൊരു കുഞ്ഞുങ്ങളില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു പുത്രസമ്പത്തില്ല എന്നുള്ള വലിയൊരു വേദന. എന്നാൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ ഫീൽ ചെയ്തത്, എന്നാൽ അവിടെ പോകുമ്പോൾ, ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ അവരെ വല്ലാതെ അലട്ടിയ മറ്റൊരു ചിന്ത നമുക്കവിടെ കാണാൻ കഴിയുന്നു. ദൈവാലയത്തിൽ ഒരു ദൈവാലയ കർമ്മങ്ങൾ നിർവഹിപ്പാൻ ഒരു പുരോഹിതൻ, ഹല്ലേലൂയ, നല്ലൊരു പുരോഹിതനില്ല. ഉടൻ തന്നെ അവരുടെ സ്ഥിതി അങ്ങ് മാറി. അവിടെ അവര് ഉടൻ തന്നെ ദൈവത്തോട് പറയുന്ന ഒരു അനുഭവമുണ്ട്, എനിക്കൊരു പുത്രസമ്പത്ത് തന്നാൽ ഞാൻ ഈ ശൂന്യത പരിഹരിക്കും, ഈ കുറവ് പരിഹരിപ്പാൻ എനിക്കൊരു പുത്രസമ്പത്ത് തന്നാൽ ഞാൻ അത് കർത്താവിന് നിവേദിപ്പാൻ ഇടയായിത്തീരും. ആ ഹൃദയവേദന അറിഞ്ഞ അകത്തെ പണിയുന്നൊരു കുശവനാണ് കുശവൻ.
നമുക്കവിടെ അല്പം കൂടെ ധ്യാനിച്ചാൽ നമുക്കറിയാവുന്ന വിഷയമാണ്. ധ്യാനിച്ചാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, ഏലി പുരോഹിതൻ ഹന്നയുടെ പുറം കണ്ടു, എന്നാൽ ഹന്നയുടെ അകം കണ്ട ഒരു നല്ല കുശവൻ. ഹല്ലേലൂയ. അതാണ് ആ സ്വർഗീയ കുശവന്റെ പ്രത്യേകത. എല്ലാവരും പുറമേ കാണുന്നു, പുറമേ കാണുന്നത് പോലെ വിധിക്കുന്നു, പുറമേ കാണുന്നത് പോലെ പലതും പറയുന്നു. പക്ഷേ അകമേ കണ്ട ആ കുശവൻ, ആ കുശവൻ അകത്തളത്തെ വേദനയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊടുക്കുവാനിടയായി. നമുക്ക് അതിൽ ആ ഭാഗത്ത് വായിക്കുമ്പോൾ, പിന്നെ അവളുടെ മുഖം വാടിയില്ല. ഹല്ലേലൂയ. മുഖം വാടിയ അനുഭവത്തോടെ വല്ലാതെ വിറങ്ങലിക്കുന്ന വിഷയങ്ങളുടെ മധ്യേ തകർന്ന അനുഭവത്തോടെ കടന്നു ആയിരിക്കുന്ന ആരൊക്കെയാണോ അവിടെ അകത്തളത്തെ പണിയുന്ന ഒരു കുശവനുണ്ട്. ആ നല്ല കുശവന്റെ കരത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. നമുക്ക് അവിടെ അടുത്ത് കാണാൻ കഴിയുന്നത്, ആ ശമൂവേൽ ദൈവസന്നിധിയിൽ വളരെ അനുസരണമുള്ളവനായി ദൈവത്തിന് കീഴ്പ്പെട്ട അനുഭവത്തിൽ വളർന്നു വരികയാണ്. വളർന്നു വരുമ്പോൾ തുടർന്ന് നമുക്കതിന്റെ 16-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ആ ശമൂവേൽ പ്രവാചകൻ ദുഃഖിക്കുന്ന ഒരവസ്ഥ നമുക്കവിടെ കാണാൻ കഴിയുന്നു. 16-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ദുഃഖം, അമ്മയുടെ ദുഃഖം, നമുക്ക് അമ്മയുടെ അകത്തളത്തിലെ വേദന, ദൈവാലയത്തിൽ ഒരു പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിപ്പാൻ നല്ലൊരു വ്യക്തിയില്ല എന്നായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ശമൂവേൽ പ്രവാചകൻ ദുഃഖിക്കുന്ന മറ്റൊരു വ്യത്യസ്തമായ ദുഃഖം, ഇസ്രായേലിനെ ഭരിപ്പാൻ നല്ലൊരു രാജാവില്ല. അദ്ദേഹം ശൗലിനെ ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായി അഭിഷേകം ചെയ്തു. പക്ഷേ ആ ശൗൽ ദൈവസന്നിധി വിട്ട്, ദൈവത്തിന്റെ വ്യവസ്ഥ വിട്ട്, ദൈവത്തിൻ്റെതാകുന്ന പദ്ധതി വിട്ട് വ്യതിചലിച്ചു പോയി. അതിൽ വളരെ ദുഃഖിക്കുന്ന ശമൂവേൽ പ്രവാചകൻ. ഹല്ലേലൂയ. വളരെ ദുഃഖിക്കുന്ന ശമൂവേൽ പ്രവാചകനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. നീ ഒരു കാര്യം ചെയ്യുക, ആ തൈലക്കൊമ്പിൽ തൈലം നിറയ്ക്കുക. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ശോധനീയ അനുഭവം കണ്ട്, വേദനിക്കുന്ന അനുഭവം കണ്ട്, പരാജയത്തിന്റെ അനുഭവം കണ്ട്, വളരെ എല്ലാ തരത്തിലും വല്ലാത്ത ദുസ്ഥിതി കണ്ട് ദുഃഖിച്ചിരിക്കുന്ന പ്രവാചകനോട് കർത്താവ് പറയുന്ന വാക്ക്, ആ ഉണങ്ങിയ അല്ലെങ്കിൽ പല വർഷങ്ങളായി തൈലം നിറയ്ക്കാതിരിക്കുന്ന ആ തൈലക്കൊമ്പിൽ നീ തൈലം നിറയ്ക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. കുടുംബത്തിന്റെ അനുഭവം ശോചനീയമാണോ? വേദനാജനകമാണോ? സഭയുടെ അവസ്ഥ വേദനാജനകമാണോ? ഹല്ലേലൂയ. മക്കളെ ചൊല്ലി വേദനപ്പെട്ടിരിക്കുന്നു, ആ ഭാവിയെ ചൊല്ലി കലങ്ങിയിരിക്കുന്നു. അതിന് വേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. വർഷങ്ങൾ കൊണ്ട് നനവില്ലാതെ ഉണങ്ങിയിരിക്കുന്ന ആ അനുഭവത്തിൽ ആ തൈലമൊന്ന്, ആ പരിശുദ്ധാത്മാവാകുന്ന തൈലമൊന്ന് പകർന്നാൽ പ്രശ്നത്തിന് പരിഹാരം ആയി. നോക്കൂ, ഇവിടെ ശമൂവേലിനോട് ദൈവം പറയുകയാണ്, നീ വേദനിച്ചിരിക്കേണ്ടവനല്ല, പരിഹാരത്തിന് തൈലം നിറയ്ക്കുക. ഏത് വിഷയത്തിന്റെ മേലും, ഏത് പ്രശ്നത്തിന്റെ മേലും ദൈവിക ജയം വേണമോ, അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടിയേ തീരൂ. ഏത് മേഖലകളെയും തകർന്ന പരാജയപ്പെട്ട അനുഭവങ്ങളെയും പണിയണമെങ്കിൽ ആ തൈലത്തിന്റെ അനുഭവം അവിടെ ഉടൻ തന്നെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. 1 ശമൂവേൽ 16 ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 ശമൂവേൽ 16:1 ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. 1 ശമൂവേൽ 16:1. ഹല്ലേലൂയ. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിന്റെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്ന് അറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബെത്ലഹേമ്യനായ ഇശ്ശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. തകർന്നതിന്, നമ്മളുടെ വിഷയം തകർന്നതിനെ ഇവിടെ വല്ലാതെ മനസ്സ് തകർന്ന ശമൂവേലിനോട് ദൈവം പറയുന്നു,
നീ തകർന്നിരിക്കേണ്ടവനല്ല. നിന്നെ ഒറ്റ കാര്യം, നീ കൊമ്പിൽ തൈലം നിറയ്ക്കുക. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ അഭിഷിക്തന്മാരായ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഈ സന്ധ്യയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ആലോചന, പരാജയപ്പെട്ട് ഒതുങ്ങിയിരിക്കേണ്ട വ്യക്തിയല്ല, ഒതുങ്ങിക്കൂടേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. വന്നുപോയ വീഴ്ചയെ ഓർത്ത് വിലപിക്കേണ്ട വ്യക്തിയല്ല. വന്നുപോയ നഷ്ടങ്ങളെ കുറിച്ച്, വന്നുപോയ ബലഹീന വശങ്ങളെ കുറിച്ച്, പരാജയത്തെ ഓർത്ത് ഒതുങ്ങിയിരിക്കേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. ഒറ്റ കാര്യമേ ഉള്ളൂ, ആ ഉണങ്ങിപ്പോയ വരണ്ടുപോയ കൊമ്പിൽ വീണ്ടും വന്ന് തൈലത്തെ നിറയ്ക്കുക. ഹല്ലേലൂയ. നമുക്കവിടെ കാണാൻ കഴിയുന്നത്, അവൻ ദൈവം ഈ കാര്യം പറയുമ്പോൾ ശമൂവേലിന് ഉള്ളിലൊരു ഭയം ഉണ്ടായി. ആമേൻ. അദ്ദേഹം ചോദിക്കുന്ന, ദൈവത്തോട് പറയുന്നൊരു പദമുണ്ട്, ഞാന് ഇങ്ങനെ ചെയ്താൽ ശൗൽ അറിഞ്ഞാൽ അവൻ എന്നെ കൊല്ലും. അവൻ വല്ലാത്ത ഒരു ഭയം. അതിന്റെ 16:2 വായിക്കാമോ? അതിന് ശമൂവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. എന്നാറെ യഹോവ ഒരു പശുപിതാവിനെയും കൊണ്ട് ചെന്ന്, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറക. ആമേൻ. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകൻ ദൈവത്തോട് പറയുകയാണ്, ശൗൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. ദൈവം അവിടെ ഒരു ഉപായം അല്ലെങ്കിൽ ഒരു വഴി, വഴി ദൈവം ശമൂവേൽ പ്രവാചകനോട് പറയുകയാണ്. ദൈവം പറഞ്ഞു, നീ എന്ത് ചെയ്യുക? കൊമ്പിൽ തൈലം നിറച്ചു പോവുക എന്ന് പറഞ്ഞപ്പോൾ, ശൗൽ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു വഴി ദൈവം തന്നെ ശമൂവേൽ പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അതിന്റെ 16:4 വായിക്കും. ഒന്ന് വായിക്കാമോ? 16:4. യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. ബെത്ലഹേമിൽ ചെന്നു. പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവെങ്കിൽ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. മതി. ഹല്ലേലൂയ. ഇവിടെ അതുവരെ ശമൂവേൽ പ്രവാചകൻ പല കാരണം ചൊല്ലി വിറയ്ക്കുകയാണ്, ഭയപ്പെടുകയാണ്. ശമൂവേൽ പ്രവാചകൻ പറയുന്നു, ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശൗൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും, എന്റെ കഥ അവസാനിച്ചു. പക്ഷേ ദൈവം പറഞ്ഞതനുസരിച്ച് തൈലക്കൊമ്പിൽ തൈലം നിറച്ച് അദ്ദേഹം പട്ടണവാതിൽക്കലോട് അടുക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, മൂപ്പന്മാർ അവൻ അതുവരെ ശമൂവേൽ വിറച്ചു. പക്ഷേ പട്ടണവാതിൽക്കൽ ചെന്നപ്പോൾ ഈ ശമൂവേൽ പ്രവാചകന്റെ വരവ് കണ്ട മൂപ്പന്മാർ വിറയ്ക്കുവാൻ ഇടയായി തീർന്നു. കാരണം അദ്ദേഹം വെറും കൈയായിട്ടല്ല പോയത്, അവൻ കൊമ്പിൽ തൈലം നിറഞ്ഞിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവമക്കളെ, അഭിഷിക്തന്മാരെ, കൊമ്പിൽ തൈലമുണ്ടെങ്കിൽ പല ശക്തികളും നമ്മുടെ മുമ്പിൽ വിറയ്ക്കുവാനിടയായി തീരും. ആമേൻ. ഹല്ലേലൂയ. കൊമ്പിൽ തൈലം നിറച്ചാണോ നാം പോകുന്നുവെങ്കിൽ അവൻ പല ശക്തികളും നമ്മുടെ മുമ്പിൽ വിറയ്ക്കുവാൻ ഇടയായി തീരും. അവൻ ശമൂവേലിന്റെ വരവിങ്കൽ അവൻ പട്ടണത്തിലെ മൂപ്പന്മാർ വിറയ്ക്കുവാൻ ഇടയായി തീർന്നു. കാരണം അവൻ ഹല്ലേലൂയ വെറും കൈയായല്ല പോയത്, അവൻ കൊമ്പിൽ തൈലവുമായി കടന്നു ചെന്നു. സഹോദരങ്ങളെ, അവൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനത്തിലെ പ്രശ്നത്തിന്, കുടുംബത്തിലെ പ്രശ്നത്തിന് അവൻ പല വഴികൾ നമ്മൾ ആരായുണ്ട്. അവൻ മക്കളുടെ ജീവിതത്തിന്റെ ഭാവിയെ കുറിച്ച് നമ്മൾ പലതും ആരായാറുണ്ട്. പക്ഷേ ഒറ്റ കാരണമേ ഉള്ളൂ, ഒറ്റ കാര്യമേ ഉള്ളൂ. അവൻ ആ ഉണങ്ങിപ്പോയ കൊമ്പിൽ ഒന്ന് തൈലം നിറച്ചാൽ, ഹല്ലേലൂയ, ചില പ്രതികൂല മണ്ഡലങ്ങൾ, പ്രതിബന്ധമായി നിൽക്കുന്ന ചില ശക്തികൾ, ചില അന്യായ ബന്ധനങ്ങൾ അവൻ വിറയ്ക്കുവാനിടയായി തീരും. ചില ദേശാവധി പോരുകൾ വിറയ്ക്കുവാനിടയായി തീരും. ഒരു കാര്യം, കൊമ്പ് വെറും കൊമ്പാകരുത്. കൊമ്പിലൊന്ന് തൈലം നിറഞ്ഞാൽ പലതും നമ്മുടെ മുമ്പിൽ നടുങ്ങുവാൻ, ഭയപ്പെടുവാൻ, വഴിമാറുവാനിടയായി തീരും. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, ഞാൻ ആ വിഷയത്തെ തൽക്കാലം ഇപ്പം മുമ്പോട്ട് പോകാനുള്ളത് കൊണ്ട് ഒത്തിരി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ 11-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ 16-ാം നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഇശായി ഇവിടെ എല്ലാ മക്കളെയും വിളിക്കുന്നു, എല്ലാ മക്കളെയും വിളിക്കുകയാണ്. എല്ലാവരെയും വിളിച്ചിട്ട് ഇശായി പറഞ്ഞു, ഞാൻ നിന്റെ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ പറഞ്ഞു, നിന്റെ എല്ലാ മക്കളെയും വിളിക്കണം എന്ന് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്ത് എല്ലാ മക്കളെയും വിളിച്ചു. അപ്പോ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഓരോരുത്തരെയായിട്ട് വരുത്തി. അപ്പോ കർത്താവ് പറഞ്ഞു, ഇവന്റെ മുഖമോ പൊക്കമോ ഒന്നും നീ നോക്കരുത് എന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ച് ആരെയും തന്നെ ഇശായിക്ക്
ശമൂവേലിനെ അഭിഷേകം ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ നമുക്കിവിടെ വളരെ രസാവകമായി തോന്നുന്ന ഒരു കാര്യം, നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഒരു വീട്ടിൽ പോകുകയാണ്, എല്ലാ മക്കളെയും കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ അവസാനം എല്ലാവരും ആയോ എന്ന് ചോദിക്കാൻ നമ്മൾ സാധാരണ വിമുഖത കാണിക്കും. എന്നാൽ ശമൂവേൽ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ രസാവകമാണ്. നിന്റെ എല്ലാ മക്കളും ആയോ? ഇനി നിനക്ക് ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ഇവിടെ തകർന്നതിനെ പണിയുന്ന നല്ല കുശവൻ. അപ്പോഴാണ് അപ്പൻ മാറ്റി നിർത്തിയ, കുടുംബക്കാർ മാറ്റി നിർത്തിയ ഒരു വ്യക്തിയെ കുറിച്ച് അപ്പൻ പരിചയപ്പെടുത്തുന്നത്. ഇനി എനിക്കൊരു മകനുണ്ട്, പക്ഷേ അവൻ അത്ര നാം കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കൊള്ളാവുന്നവനൊന്നും അല്ല, കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കൊള്ളാവുന്നവനല്ല. എന്റെ മക്കളെന്ന സ്ഥാനപദവി കൊടുത്ത് അവനെ അല്ലയോ പുരോഹിത, നിന്റെ മുമ്പിൽ നിർത്താൻ യോഗ്യനല്ല, പ്രവാചകന്റെ മുമ്പിൽ നിർത്തുവാൻ യോഗ്യനല്ല. എന്നാൽ മനുഷ്യൻ വിടക്കെന്നെണ്ണിയതിനെ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കുന്ന സർവശക്തന്റെ പാദപീഠത്തിൽ നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ആരൊക്കെ പുറന്തള്ളിയതായാലും, ആരൊക്കെ വെറുത്താലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും അതിനെ പണിയുന്ന ഒരു കുശവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അപ്പൻ ഹല്ലേലൂയ നിസ്സാരമായി പുറത്തു കളഞ്ഞു. അമ്മ ഓർത്തില്ല, സഹോദരങ്ങൾ ഗണ്യമാക്കിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരെങ്കിലും അപ്രകാരം അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ ആരൊക്കെ മാറ്റി നിർത്തിയാലും മാറോടണയ്ക്കുന്നവനാണ് ഈ കുശവൻ. കാരണം മണ്ണിന്മേൽ അധികാരമുള്ളത്, താങ്കളുടെ മേൽ അധികാരമുള്ളത്, ലോക സ്ഥാപനത്തിനു മുമ്പേ താങ്കളെ കണ്ട ആ നല്ല കുശവനാണ് താങ്കളുടെ മേൽ പണിയുന്നത്. ആ കുശവന്റെ കയ്യിൽ ഒന്ന് ഇണങ്ങിയ പാത്രമായി കൈവെള്ളയോട് പറ്റിച്ചേർന്നിരുന്നാൽ, ആ യോസേഫ് പറ്റിച്ചേർന്നിരുന്നത് പോലെ വേദനയുടെ അനുഭവമായിരിക്കാം, നിരാശയുടെ അനുഭവമായിരിക്കാം, ഒറ്റപ്പെടേണ്ട അനുഭവമായിരിക്കാം, ചേർന്ന് നിന്നാൽ ആ കുശവൻ മാന്യമായി പണിതെടുക്കും. നോക്കൂ, ഇവിടെ യോസഫ് എല്ലാവരാലും വെറുക്കപ്പെട്ട, എല്ലാവരാലും പുറന്തള്ളപ്പെട്ട, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയായി നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൻ ഓർത്തില്ല. അത് നമുക്കറിയാം. സ്വാഭാവികമായും ഒരു കുടുംബത്തിൽ ഒരു വലിയ ഒരു വിശേഷ ദിവസം നടക്കുമ്പോ നമ്മളെ ഒരു പക്ഷെ കൂട്ടിയില്ലെന്നിരിക്കട്ടെ, നമ്മളെ കൂട്ടിയില്ല. അപ്പോ നമ്മുടെ ദാവീദ് ആട് മേയ്ക്കാനാണ് പോയത്. അന്നല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാലും അദ്ദേഹം വീട്ടിലെത്തുമ്പോ ഈ സംഭവം, അല്ലെങ്കിൽ ഇപ്രകാരം ശമൂവേൽ പ്രവാചകൻ വന്നതും, ഇപ്രകാരം വലിയൊരു വിരുന്ന് നടന്നതും, ഇക്കാര്യമെല്ലാം ദാവീദ് അറിയും. പക്ഷേ അറിഞ്ഞാലും പിതാവിനോ സഹോദരങ്ങൾക്കോ അമ്മയ്ക്കോ ഒരു വിഷയമല്ല. അവന്റെ പ്രശ്നം വീടിന്റെ പ്രശ്നം അല്ല. ഹല്ലേലൂയ. അവന്റെ വിഷയം അവൻ വേണ്ടപ്പെട്ടവരെന്നെണ്ണുന്നവരുടെ ഒരു വിഷയമല്ല. പക്ഷേ അവർക്കാർക്കും വിഷയമല്ല അതിരുന്നപ്പോൾ അവനെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് അതൊരു വലിയ വിഷയമായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം, നമ്മുടെ വേദന, നമ്മുടെ ആകുന്ന സങ്കടം മറ്റനേകർക്കും നിസ്സാരമായി തോന്നിയാലും ചെറുതായി തോന്നിയാലും അത് വലുതായി എണ്ണുന്നൊരു സ്വർഗം നമുക്കുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് ഈ സന്ധ്യയെങ്കിൽ തിരിച്ചറിയുന്നു? ഹല്ലേലൂയ. നോക്കൂ, ദാവീദിന് മറ്റാരും വലുതായി എണ്ണിയില്ലെങ്കിലും സർവശക്തനാകുന്ന ദൈവം വലുതായി എണ്ണി. നമുക്കതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ശമൂവേൽ പ്രവാചകൻ പറയുകയാണ്, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിൽ ഇരിക്കയില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിപ്പാൻ ഇരിക്കയില്ല. ഹല്ലേലൂയ. അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ പ്രവാചകൻ നമുക്കിവിടെ കർത്താവിന് തുല്യം, കർത്താവിന്റെ സ്ഥാനത്ത് നിന്ന്, ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ദാവീദിനെ അഭിഷേകം ചെയ്യുവാനാണ് വന്നത്. അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സ്വർഗം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ അനേകരുടെ മുമ്പിൽ ഹല്ലേലൂയ പുറംപറമ്പിലെറിഞ്ഞ കല്ലുപോലെ അഗണ്യമായി തോന്നിയാലും സ്വർഗം പറയുന്ന ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ. അവൻ വന്നല്ലാതെ ഞാൻ പന്തിയിൽ ഇരിക്കയില്ല. ഇത്രത്തോളം സ്നേഹമുള്ള ഒരു നല്ല നാഥൻ നമുക്കുള്ളപ്പോൾ നാം എന്തിനു ഭാരപ്പെടുന്നു? ഹല്ലേലൂയ. നമുക്ക് കർത്താവ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം വിശേഷിപ്പിച്ചു,
ഒരു യജമാന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ 99 അവിടെ ആക്കിയിട്ട് ഒന്നിനെ തേടി പോകുന്ന കർത്താവ്. ഹല്ലേലൂയ. ആ ഒന്ന് നമ്മളല്ലായിരുന്നോ? ആ ഒന്ന് ഞാനും നിങ്ങളും അല്ലായിരുന്നോ? അതുകൊണ്ടല്ലേ ഈ ഭാഗ്യ പദവി നമുക്ക് ലഭിപ്പാൻ ഇടയായി തീർന്നത്. നോക്കൂ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒത്തിരി സമയം മുമ്പോട്ട് ഓടിപ്പോകുന്നുവല്ലോ. ഇവിടെ തകർന്നതിനെ പണിയുന്ന, എല്ലാവരും പുറന്തള്ളിയതിനെ പണിയുന്ന കുശവൻ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇശായി ശ്രദ്ധിച്ചില്ല, മറന്നുപോയി. ദൈവം മറന്നില്ല. പറയുന്നു, അവൻ വന്നിട്ടല്ലാതെ. ഞാൻ പന്തിയിൽ ഈ കാലഘട്ടം അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ആധുനിക സംവിധാനം അനുസരിച്ച് ഉടൻ ഫോൺ എടുത്തൊരു കോള് വിളിക്കും. എവിടെയാണ്, ഇതേപോലെ നേരത്തെ പറയാൻ വിട്ടുപോയി, ഇന്നതാണ് സംഭവം എന്ന് നമുക്ക് ഒന്ന് പക്ഷേ അത് നടക്കുകയില്ല. ഇനി ഈ ആടിന്റെ ഇടയൻ പച്ചപ്പുള്ളിടത്തെല്ലാം ആടിനെ തീറ്റിക്കാൻ പോകും. അതിന്റെ പുറകെ ആരെങ്കിലും അയച്ച് അവനെ കാണുന്ന അനേക ഇടയന്മാരോട് അന്വേഷിക്കണം. ഇവിടെ കണ്ടോ, അവിടെ കണ്ടോ, അപ്പുറത്ത് കണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നത് വരെ ഫോളോ ചെയ്ത് അവനെ കാണുമ്പോ മാത്രമേ അവനോട് അറിയിക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം അതുപോലെ എത്ര സമയം വഴിയാത്ര പോയോ അതേ സമയം എടുത്തേ തിരിച്ചു വരികയുള്ളൂ. അതുവരെ കാത്തിരിക്കുന്ന ഒരു സ്വർഗം. ഹല്ലേലൂയ. മറ്റെല്ലാവരും വിടക്കെണ്ണിയപ്പോൾ നമുക്ക് വേണ്ടി കാത്തിരുന്ന ഒരു നല്ല നാഥൻ. നോക്കൂ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ വന്നതിന് ശേഷം ആ തൈലക്കൊമ്പ് അവന്റെ മേൽ പതിയുവാനിടയായി തീർന്നു. മറ്റ് അനേകർ ഹല്ലേലൂയ നമ്മെ അയോഗ്യരായി എണ്ണിയപ്പോൾ നമ്മെ യോഗ്യരായി എണ്ണിയ കർത്താവിന്റെ മഹാസ്നേഹം. അതാണ് ലൂക്കോസ് വിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പന്റെ ഇളയ മകന്റെ അനുഭവത്തിലും എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി, പുറന്തള്ളപ്പെട്ടവനായി, ഒറ്റപ്പെട്ടവനായി, നാറ്റം വമിക്കുന്നവനായി, വല്ലാത്ത അനുഭവത്തിൽ, വല്ലാത്ത അവസ്ഥയിൽ, വിദൂരദേശത്ത് അകപ്പെട്ടു പോയവൻ. എന്നാൽ സുബോധം വന്നപ്പോൾ അവൻ മടങ്ങി വന്നു. അവന്റെ മേൽ വിശേഷ വസ്ത്രമിട്ട ആ നല്ല കർത്താവ്. നമുക്കവിടെ കാണാൻ കഴിയുന്ന അപ്പനൊക്കെ ഒത്തിരി ഓർഡറാണ് അവിടെ കൊടുക്കുന്നത്. അവനെ വസ്ത്രം ധരിപ്പിക്കുക, അവന് കാലിന് ചെരിപ്പിടുക, കൈക്ക് മോതിരമണിയിക്കുക, ഇങ്ങനെ ഒത്തിരി ഓർഡർ. കാളയെ പിടിക്കുക, അതിനെ അറുക്കുക, ഇങ്ങനെ വിരുന്നുണ്ടാക്കുക. ഇതുപോലെ ഹല്ലേലൂയ പുറത്തള്ളപ്പെട്ട അനുഭവത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നാൽ അപ്പൻ ഒരിക്കലും പുറന്തള്ളുന്നവനല്ല. ആ നല്ല കുശവൻ പണിയുന്ന, വീണ്ടും ചേർത്ത് നിർത്തുന്ന, വീണ്ടും മാറോടണയ്ക്കുന്ന ആ നല്ല നാഥൻ. നമുക്ക് ഈ ദാവീദ് ഇത്രത്തോളം ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞ സമയം മുൻപോട്ട് പോയല്ലോ. ഈ ദാവീദ് എന്തുകൊണ്ട് ഈ ദാവീദ് വനാന്തരങ്ങളിൽ ആയിരുന്ന, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കാട്ടിലായിരുന്ന ദാവീദിനെ ഇത്രത്തോളം തെരഞ്ഞു പിടിച്ച് അവനെ അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിന് അത്രത്തോളം ഒരു വലിയ താല്പര്യമുണ്ടാകാൻ എന്താണ് കാരണമെന്ന് നോക്കിയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയുന്നു. ഇത്രയും തല എടുപ്പുള്ള, അല്ലെങ്കിൽ യോദ്ധാക്കളുള്ള, അല്ലെങ്കിൽ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന അരോഗ ദൃഢഗാത്രന്മാരായ ഇത്രയും മക്കളുള്ളപ്പോൾ അല്ലെങ്കിൽ ഒത്തിരി അഭ്യാസം ലഭിച്ചവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് എല്ലാവരും പുറന്തള്ളപ്പെട്ട ഹീനപാത്രമെന്ന് വിശേഷിപ്പിച്ച ദാവീദിനെ ദൈവം എന്തുകൊണ്ട് മാന്യപാത്രമെന്ന് തിരഞ്ഞെടുത്തു എന്ന് നോക്കിയാൽ ദൈവം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാമോ? ബാല്യക്കാരിൽ ഒരുത്തൻ ബെത്ലഹേമ്യനായ ഇശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകുന്നു. യഹോവയും അവരോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. വലിയൊരു ചിന്തയാണ്. ആമേൻ. ഞാൻ അതിനല്പമായി ധ്യാനിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അവൻ തകർന്നതിനെ പണിയുവാൻ അതിനകത്ത് ഒരു കാരണമുണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം, അവൻ കിന്നര വായനയിൽ നിപുണൻ ആയിരുന്നു. അവൻ ഒറ്റയ്ക്ക് കാട്ടിലിരുന്നു. എല്ലാവരും അവൻ കാട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ അവൻ കാട്ടിൽ ഒറ്റയ്ക്കല്ലായിരുന്നു, അവൻ കർത്താവിനോട് പറ്റിയിരിക്കുകയായിരുന്നു.
നമുക്കറിയാം ദാവീദ് അവിടെ കിന്നരവായന പഠിക്കാൻ പോയതായോ അഭ്യസിപ്പിച്ചതായോ ഒന്നും നമുക്ക് മറ്റു പുസ്തകങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ അദ്ദേഹം കിന്നര വായനയിൽ നിപുണനായിരുന്നു. കിന്നര വായനയിൽ കിന്നരം കൊണ്ട് പാട്ട് പാടുവാൻ ദാവീദിന് കഴിയുമായിരുന്നു. നമുക്കറിയാം ദാവീദ് കിന്നരം ഉപയോഗിച്ച് പാട്ട് പാടുമ്പോൾ അവൻ ചില ഭൂതം പിടിച്ച വ്യക്തികളുടെ ഭൂതാത്മാവ് വിട്ടുമാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അവൻ മറ്റാരുടെയുമല്ല, ശൗലിന്റെ മേലുള്ള ഭൂതം ദാവീദ് കിന്നരം ഉപയോഗിച്ച് പാടുമ്പോൾ ആ ഭൂതാത്മാവ് അവരെ വിട്ടു മാറുന്ന വിധത്തിൽ ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞ വ്യക്തിയായിരുന്നു ദാവീദ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ വെറുതെ അല്ല ഇരുന്നത്, അവൻ ദൈവത്തെ ആരാധിപ്പാൻ മടിയുള്ളവനല്ലായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്നതിൽ വളരെ മുഖ്യ സ്ഥാനം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. ഏത് തകർക്കപ്പെട്ട അനുഭവം ആകട്ടെ, ഏത് പരാജയപ്പെട്ട അനുഭവമാകട്ടെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണോ, ആ പരാജയത്തിന്റെ മധ്യേയും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ തള്ളിയാലും ആരൊക്കെ വിടക്കം നണ്ണിയാലും അതിന്റെ മധ്യയും ദൈവത്തെ സ്തുതിപ്പാൻ തയ്യാറായാൽ അതിന്റെ മധ്യ ഇറങ്ങി വന്ന് അത് പൊക്കിയെടുക്കുന്ന ഒരു സ്വർഗീയ കരം അവിടെ ഇറങ്ങി ായിത്തീരും. ദാവീദിന്റെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ, ഹല്ലേലൂയ, നമുക്കവിടെ കാണാൻ കഴിയുന്നത് അവൻ കിന്നര വായനയിൽ നിപുണനായിരുന്നു. കാരണം നമുക്കവിടെ ഹല്ലേലൂയ, ദാവീദ് ഞാനിത് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം, 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അദ്ദേഹം ശൗലിനോട് പറയുകയാണ്, ദാവീദ് ശൗലിനോട് പറയുകയാണ്, ഞാൻ ഒരിക്കൽ ഒരു സിംഹത്തെയും ഒരിക്കൽ ഒരു കരടിയെയും താടിക്ക് പിടിച്ച് അടിച്ചെന്ത് ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ വരുന്ന ചില സിംഹത്തെ ചില കരടിയെയൊക്കെ കൊല്ലണമെങ്കിൽ നമ്മൾ ആരാധനയിൽ കേമനാകണം. ഒന്നാം മുഖ്യ സ്ഥാനം ആരാധനയ്ക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏത് സിംഹത്തെ കീറുവാനും ഏത് കരടിയെ തകർത്ത് കളയുവാനും നമ്മുടെ മുൻപിൽ വരുന്ന ഏത് പ്രതികൂല മണ്ഡലത്തെയും അതിജീവിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുവാനിടയായിത്തീരും. 2, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഇവിടെ ദാവീദ് പരാക്രമശാലി. അവിടെ ഇത് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയാണ്, ഒരു യോദ്ധാവാണ്. ഇത് നമുക്കത് വായിച്ചാൽ മനസ്സിലാകും. ഇത് യോദ്ധാവാണ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം പരാക്രമശാലി ആയിരുന്നു, പരാക്രമശാലി. എന്നാൽ ദാവീദ് അന്ന് വരെ, നമ്മൾ ആ ദാവീദിന്റെ ചരിത്രം ഒന്ന് നോക്കിയാൽ അന്ന് വരെ ഒരു പരാക്രമവും ദാവീദ് ചെയ്തിട്ടില്ല. പരാക്രമശാലി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പരാക്രമശാലി എന്ന് പറയുന്ന ആ വിഷയം നമുക്ക് ശരിക്കും കാണാൻ കഴിയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് അവിടെ 6-ാം അധ്യായത്തിൽ അവിടെ നമുക്കൊരു പരാക്രമശാലിയുടെ ഒരു മനുഷ്യൻ കാണുകയാണ്. അത് മറ്റാരുമല്ല, ഗിദെയോനാണ്. ഗിദെയോൻ അദ്ദേഹത്തിന് ഉള്ള നന്മ ഒന്നും താൻ പിശാചിന് എന്ത് ചെയ്യത്തില്ല, അടിയറ വയ്ക്കത്തില്ല. അദ്ദേഹത്തിന്റെ ഒറ്റ ലക്ഷ്യം ഇതേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ ഒന്നും തന്നെ പിശാച് അല്ലെങ്കിൽ ശത്രു അപകരിപ്പാൻ ഞാൻ അനുവദിക്കയില്ല. ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ചിലരെ കർത്താവ് നോക്കുകയാണ്, പരാക്രമശാലിയാണോ? ഹല്ലേലൂയ. നമ്മുടെ ദൈവം തന്ന എത്രയോ നന്മകൾ, ദൈവം തന്ന എത്രയോ ദൈവിക അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ദൈവം തന്ന എത്രയോ കൃപാവരങ്ങൾ, ദൈവം തന്ന എത്രയോ ഹല്ലേലൂയ ദൈവികമാകുന്ന വാഗ്ദത്തങ്ങൾ നിസ്സാരം തുച്ഛമായ വിലയ്ക്ക് പലപ്പോഴും വിറ്റുകളയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ. ആ വ്യക്തിയെ നോക്കിയിട്ടല്ല, എനിക്ക് തന്ന ഒന്നുപോലും ഞാൻ പിശാചിന് അടിയറ പറയുകയില്ല. നമുക്കവിടെ ഗിദെയോനെ കർത്താവ് വിളിക്കുന്ന ഒരു പേരുണ്ട്, അല്ലയോ പരാക്രമശാലിയെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മെ നോക്കി ആ സ്വർഗമെന്ന് വിളിച്ചെങ്കിൽ ഹല്ലേലൂയ. ആമേൻ. ഇവിടെ 3-ാമത് അവിടെ നമുക്ക് ഞാൻ പെട്ടെന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വേഗത്ത് മുമ്പോട്ട് പോകട്ടെ. യോദ്ധാവ്. 3-ാമത് അവിടെ അദ്ദേഹത്തെ കുറിച്ച് ദാവീദ് എന്തുകൊണ്ട് ദാവീദിനെ കർത്താവ് ഏറ്റവും വിശേഷ ഗുണമുള്ളവനായി ആ വനാന്തരങ്ങളിൽ പോയി ആ നല്ല കുശവൻ തേടിപ്പിടിച്ചതിനുള്ള മറ്റൊരു കാരണം, അവനൊരു യോദ്ധാവായിരുന്നു. ഹല്ലേലൂയ. യോദ്ധാവ് എന്ന് നമ്മൾ തിരുവചനത്തിൽ ഞാനത് ആഴമായി ചിന്തിപ്പാനുള്ള ഒരു വിഷയമാണെങ്കിലും സമയപരിമിതി കൊണ്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു യോദ്ധാവിന്റെ പുതിയ നിയമത്തിന്റെ ചിന്തയിലേക്ക് വരുമ്പോൾ ഒരു യോദ്ധാവിന്റെ ഏറ്റവും നല്ല ക്വാളിഫിക്കേഷൻ
ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഹൃദയവും സമൂഹത്തിലിരിക്കുമ്പോൾ വായും സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കണം ഒരു യോദ്ധാവ്. അവൻ ദാവീദിന് നമുക്കറിയാം, ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ ഹൃദയം എപ്പോഴും ദൈവത്തെ സ്തുതിച്ച് കിന്നരമെടുത്ത് പാടുന്ന ഒരു വ്യക്തിയായിരുന്നു. സമൂഹത്തിൽ നമുക്ക് യുദ്ധഭൂമിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും വേദനിപ്പിച്ച ഒരു വിഷയമുണ്ട്. ഹല്ലേലൂയ മല്ലനായ ഗോലിയാത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന ഒരൊറ്റ സ്വരമിതേ ഉള്ളൂ, യഹോവയുടെ നാമത്തെ നിന്ദിക്കുന്ന ഇവൻ ആരെന്നാണ്. ഹല്ലേലൂയ ദൈവനാമത്തെ നിന്ദിക്കുന്നവനെ വളരെ വെറുക്കുന്ന ആ വാക്കുകൾ. ഹല്ലേലൂയ ദൈവത്തെ ഇസ്രായേലിന്റെ നിരയെ നിന്ദിക്കുവാൻ ഇവനാർ. ഹല്ലേലൂയ അങ്ങനെ ദൈവനാമത്തിന് വളരെ മഹത്വം കൊടുത്തിരുന്ന ദാവീദ്. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. നാലാമത്തെ പ്രത്യേകത നമുക്കവിടെ വായിക്കാൻ കഴിഞ്ഞത്, അവൻ വാക്ചാതുര്യമുള്ള വ്യക്തി.